സെഖര്യാവ് 1-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദാർവേസിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഈദോ പ്രവാചകന്റെ മകനായ പെരേക്യാവിന്റെ മകനായ സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിയുവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? ദാർവേസിന്റെ 2-ാം ആണ്ടിൽ സെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഈദോവിന്റെ മകനായ ബെരാഖാവിന്റെ മകനായ സെഖര്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുത്തുകളുടെയിൽ നിന്നു. അവന്റെ പിമ്പിൽ ചുമപ്പും കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവൻ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു സർവ്വഭൂമി സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യെഹൂദാ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളിച്ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈരമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെന്നുത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചേന് അവൻ, ആരും തല ഉയർത്താവണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദാതെ ചിതറിച്ചു കളയേണ്ടേന് കൊമ്പുയർത്തിയ ജാതിയുടെ കൊമ്പുകളെ തള്ളിയിട്ടു അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. വാഴ്ക്കുമോ.